നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്രയ്ക്ക് സമീപം പുനർനിർമ്മിച്ച കൈപ്രം ജുമാ മസ്ജിദ് തിങ്കളാഴ്ച നാടിന് സമർപ്പിച്ചു. പാണക്കാട് സയ്യിദ് സാദിദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 900 വർഷം പഴക്കമുണ്ടെന്ന് പറയുന്ന പേരാമ്പ്രയ്ക്ക് സമീപം പുനർനിർമ്മിച്ച കൈപ്രം ജുമുഅ മസ്ജിദ് ഉദ്ഘാടനം ചെയ്തു. മഗ്രിബ് നിസ്കാരത്തിന് നേതൃത്വം നൽകി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എന്ന് നമുക്കൊക്കെ അറിയാവുന്നതുമാണ്. ആ സംസ്കാരത്തെ ഉൾക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കടമയും. ആ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കാനാണ് നമ്മൾ പള്ളികളിലേക്ക് പ്രവേശിക്കുന്നത്. അതല്ലാതെ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ പോയി ജമാഅത്തായി ഓരോ ഫർളും നിസ്കരിച്ച് മടങ്ങുന്നു എന്നുള്ളതല്ല. മറിച്ച് ആ പള്ളിയോട് സഹവസിക്കുക, അള്ളാഹുവിൻ്റെ സംസ്കാരത്തോട് സഹവസിക്കുക എന്നുള്ളതാണ്. ആ സഹവാസം ദുനിയാവിലും അതുപോലെ തന്നെ ആഖിറത്തിലും നമുക്ക് വെളിച്ചവും തണലുമാകുന്നു എന്നുള്ളതാണ്. അർശിൻ്റെ തണൽ. കാരണം കഠോരമായ മഹ്ശറിയുടെ ആ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ അർശിൻ്റെ തണൽ നമുക്ക് ലഭ്യമാക്കുക പള്ളിയുമായിട്ടുള്ള സഹവാസത്തിലൂടെയാണ്. അള്ളാഹുവിനുമായി നമുക്ക് സഹവസിക്കുവാൻ കഴിയുന്നു. അവൻ്റെ അനുഗ്രഹങ്ങളുമായി നമുക്ക് അതിലൂടെ ആ അനുഗ്രഹങ്ങളൊക്കെ ലഭ്യമാകുവാൻ അതിലൂടെ നമുക്ക് സാധിക്കുന്നു. സ്വാഗത സംഘം ചെയർമാൻ ബഷീർ സഖാഫി അധ്യക്ഷത വഹിച്ചു. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ, കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഹാരി. ഒരു പിതാവ് മരിക്കുന്ന സമയത്ത് മുമ്പായി തൻ്റെ 10 മക്കളെയും വിളിച്ചു വരുത്തി 10 മക്കളുടെ കടിയിലും വടി കൊടുത്തു. 10 മക്കളും പൊട്ടിക്കാൻ വേണ്ടി പറഞ്ഞു. 10 മക്കളും സെക്കൻഡുകളെ കൊണ്ട് പൊട്ടിച്ചു. വീണ്ടും അതേ പിതാവ് 10 വടി 10 മക്കളുടെ കയ്യിൽ കൊടുത്തു. അത് പിതാവ് വാങ്ങി കയറെടുത്ത് കെട്ടി ഒന്നാണ്. എന്നിട്ട് 10 മക്കളുടെ കയ്യിലും കൊടുത്തു. ആർക്കും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. 10 പേർ കൂടി ചേർന്നു, അവർക്കും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. പിതാവ് പറഞ്ഞു, എൻ്റെ ശേഷം നിങ്ങൾ നേരത്തെ നിന്ന പോലെ 10 വടികളായി 10 രൂപത്തിലായി 10 ലൈനിലാണെങ്കിൽ നിങ്ങൾ ആർക്കും തകർക്കാൻ കഴിയും, നശിപ്പിക്കാൻ കഴിയും. അതേ സ്ഥാനത്ത് രണ്ടാമത് നിന്ന പോലെ നിങ്ങൾ ഒന്നായി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരാൾക്കും തകർക്കാൻ കഴിയില്ല. അതാണ് ഖുർആന്റെ പ്രഖ്യാപനം. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബഹാഉദ്ദീൻ നദ്വി, SMF സ്റ്റേറ്റ് സെക്രട്ടറി ഷാഫി ഹാജി, അബ്ദുൽ ബാരി മുസ്ലിയാർ, റഫീഖ് സക്കരിയ ഫൈസി, അലി തങ്ങൾ പാലേരി, അഷ്കർ അലി മൗലവി എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. മുഹമ്മദ് പ്രവാസി, മുഹമ്മദ് MV കല്ലൂർ, മൊയ്തു PCC, അഹമ്മദ് മൗലവി NV, യൂസുഫ് KK എന്നിവരെ ആദരിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ ഫൈസൽ TK സ്വാഗതവും KM കരീം നന്ദിയും പറഞ്ഞു. പുറവൂർ ഉസ്താദ് പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകി. ഓരോ മുന്നേറ്റങ്ങളും മദീനത്തുനിന്ന് തുടങ്ങി അത് ബൈത്തുൽ മഖ്ദിസും കഴിഞ്ഞ് മൊറോക്കോയും കാബൂളും ഇന്ത്യയും ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ നാനാഭാഗത്തേക്കും വിശുദ്ധമായ ദീനിന്റെ അടയാളങ്ങൾ, ആ വിശുദ്ധമായ ദീനിന്റെ ആശയങ്ങൾ യാത്ര തിരിച്ചത് പള്ളികളിൽ ഒരുമിച്ച് കൂടി എടുക്കുന്ന തീരുമാനങ്ങളും അതിൻ്റെ പ്രായോഗികവൽക്കരണങ്ങളിലൂടെയാണെന്ന് ചരിത്രത്തിൽ നിന്നും വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.